ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ധാരാളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നത് ഞാൻ കാണുന്നുണ്ട്. കൊച്ചുമോളെ മടിയിൽ ഇരുത്തിക്കൊണ്ടാണല്ലോ അമ്മച്ചി വചനം കേൾക്കുന്നത്. വളരെ നന്നായിരിക്കുന്നു. കർത്താവാണ് അവരോട് സംസാരിക്കുന്നത്. കർത്താവ് അവരെ ശക്തിപ്പെടുത്തും, അവർക്ക് ഉന്നതമായ വിജയങ്ങൾ നൽകും. ഇതാ ഇന്ന് തരുന്ന വചനം 66-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്ത് പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. മകളെ, ജീവൻ തന്നതും ജീവിതം തന്നതും കർത്താവല്ലേ? നമുക്കൊരു പഠിക്കാൻ, ജോലി ചെയ്യാൻ, അധ്വാനിക്കാൻ ജീവൻ തന്നത് കർത്താവാണ്. അവിടുന്ന് പറയുകയാണ്, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ വിജയം, ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരോഗ്യം, നീ എന്ത് ചെയ്യുന്നുവോ അത് ഫലമണിയിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അതാണ് പറയുന്നത്, നമുക്ക് ഒരു നാളും ഭയം ആവശ്യമില്ല. ഭയം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വിജയത്തിന്റെ സാധ്യത കുറഞ്ഞു പോകുന്നു. ദൈവിക ശക്തി നമ്മൾ പ്രവഹിക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നു. വിജയമോ പരാജയമോ എന്തുമാകട്ടെ, അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ കാലിടറുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്വരം നമ്മൾക്ക് കേൾക്കും. വിശ്വസ്തയോടെ നീ പരിശ്രമിക്കുക, വിശ്വസ്തയോടെ നീ പ്രവർത്തിക്കുക, നിന്റെ കാലിടറാൻ ദൈവം സമ്മതിക്കുകയില്ല. ആ കർത്താവാണ് നിന്റെ സന്നിധിയിലൂടെ നിന്റെ കർണപുടങ്ങളിൽ ഇരുന്ന് പറയുന്നു, നമ്മുടെ ജീവൻ അവിടുന്ന് കാത്തുപാലിക്കും, കാലിടറാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.